നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നല്ലോ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ദൈവപുത്രന്റെ ഹോശന്ന എന്ന പാഠം പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പാഠപുസ്തകത്തിലെ 11ാമത്തെ പാഠമാണ് പെസഹ. പെസഹായെ കുറിച്ച് ഉള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് നമ്മുടെ സഭയിൽ ചർച്ചിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്, തിരുവത്താഴ ശുശ്രൂഷ കണ്ടിട്ടുണ്ട് അല്ലേ? തിരുവത്താഴ ശുശ്രൂഷയുടെ ആരംഭം അല്ലെങ്കിൽ തിരുവത്താഴ ശുശ്രൂഷയും പെസഹായും തമ്മിലുള്ളതായ ബന്ധം ഇത്യാദി കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇസ്രായേൽ ജനം നമ്മൾ പെസഹായെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, നേരത്തെ ക്ലാസ്സുകളിൽ ചെറുതായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് പെസഹായെ കുറിച്ച്. ഇസ്രായേൽ ജനം ഇസ്രായേലില് അടിമകളായിട്ട് പാർത്തിരുന്നു. അങ്ങനെ അടിമകളായിട്ട് പാർക്കുമ്പോൾ ഇസ്രായേലിലെ അടിമത്തത്തിൽ നിന്നും ആ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാനായിട്ട് ദൈവം ആരെ അയച്ചു? അങ്ങോട്ട് മോശയെ ഫറവോന്റെ, ഇസ്രായേൽ രാജാവായ ഫറവോന്റെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ ഫറവോൻ അത് നിരസിച്ചു, അവരെ വിടുവാനായിട്ട് തയ്യാറായി. എന്നാൽ ഇസ്രായേൽ ജനത്തെ ഇസ്രായേലിൽ നിന്ന് വിടുവിക്കുവാനായിട്ട് ദൈവം ബാധകളെ അവരുടെ നടുവിലേക്ക് അയക്കുവാനിടയായി. നമുക്കറിയാം, ഇസ്രായേലിൽ ദൈവം എത്ര ബാധകളാണ് അയച്ചത്? 10 ബാധകളെ അയച്ചു. അതിൽ അവസാനത്തെ ബാധയായിട്ട് അയച്ചത് കടിഞ്ഞൂൽ സംഹാരമാണ്. ആ കടിഞ്ഞൂൽ സംഹാരത്തിൽ സംഹാരദൂതൻ ഓരോ ഭവനങ്ങളിലും കയറി കടിഞ്ഞൂലുകളെ അല്ലെങ്കിൽ ആദ്യജാതന്മാരെ സംഹരിച്ചു കളയുന്ന, കൊന്നുകളയുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ സംഹാരദൂതൻ കടന്നു വരുന്ന സമയത്ത് ഇസ്രായേൽ മക്കളുടെ ഭവനത്തിൽ ഈ സംഹാരദൂതൻ കടക്കാതിരിക്കുവാൻ വേണ്ടി ഒരു പ്രത്യേകമായ കാര്യം ഇസ്രായേൽ മക്കളോട് ദൈവം പറഞ്ഞിരുന്നു. എന്തായിരുന്നു അത്? ആബീബ് മാസം 14-ാം തീയതി സന്ധ്യാസമയത്ത് അവർ ഒരു ആട്ടിൻകുട്ടിയെ കൊല്ലുകയും ആ ആട്ടിൻകുട്ടിയുടെ രക്തം കട്ടളക്കാലിന്മേലും, വീടിന്റെ കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലും അവർ പുരട്ടണമെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ ഇസ്രായേലിലെ ഓരോ കുടുംബത്തോടും ദൈവം അങ്ങനെ കൽപ്പിച്ചിരുന്നു. അവരിങ്ങനെ ഒരു ആട്ടിൻകുട്ടിയെ കൊന്ന് ആ ആട്ടിൻകുട്ടിയുടെ രക്തം എവിടെ പുരട്ടണം? കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലും പുരട്ടുക എന്നവരോട് പറഞ്ഞിരുന്നു. അങ്ങനെ സംഹാരദൂതൻ ഇസ്രായേലിലൂടെ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഏതെല്ലാം വീടിന്റെ കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലും രക്തം അടയാളമായിട്ടുണ്ടോ ആ വീടുകളിൽ കയറി അവിടുത്തെ കടിഞ്ഞൂലുകളെ ആ സംഹാരദൂതൻ എന്ത് ചെയ്തില്ല? സംഹരിക്കത്തില്ലായിരുന്നു. ആ വീടുകൾ ഒഴിഞ്ഞ് അടുത്ത വീടുകളിലേക്കാണ് ഇത് പോകാനായത്. അങ്ങനെ ദൈവം കടിഞ്ഞൂൽ സംഹാരം ഇസ്രായേലിൽ അയച്ചപ്പോൾ ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച ആ രക്ഷയെ ഓർക്കുവാനായിട്ട് അവർ എല്ലാ വർഷവും അതിന്റെ ഓർമ്മയ്ക്കായിട്ട് പെസഹ പെരുന്നാൾ ആചരിക്കുവാനായിട്ട് ഇടയായി. പെസഹ പെരുന്നാൾ അവർ ആചരിച്ചത് ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ്. എന്താണ്? കടിഞ്ഞൂലുകളെ സംഹരിച്ച സമയത്ത് ഇസ്രായേൽ മക്കൾ തങ്ങളുടെ ഭവനത്തിന്റെ കട്ടളക്കാലിന്മേലും കുറുമ്പടി മേലും രക്തം അടയാളമാക്കി വെച്ചതുകൊണ്ട് അവർക്ക് ലഭിച്ച ആ രക്ഷ അല്ലെങ്കിൽ ആ വിടുതലിനെ ഓർക്കുവാനായിട്ടാണ് അവര് പെസഹ പെരുന്നാൾ ആചരിച്ചത്. യേശുക്രിസ്തു യഹൂദ ഗോത്രത്തില് ഒരു ഇസ്രായേലിനായിട്ട് ജനിച്ചതുകൊണ്ട്, ഒരു ഇസ്രായേൽ വ്യക്തിയായിട്ട് ജനിച്ചതുകൊണ്ട് തന്റെ പരസ്യ ശുശ്രൂഷാകാലത്ത് ലോകത്തിലുണ്ടായിരുന്നപ്പോൾ തന്റെ പരസ്യ ശുശ്രൂഷാകാലത്തിന് മുമ്പും അതുപോലെ തന്നെ പരസ്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നതായ ആ കാലത്തും ഈ പെസഹ എല്ലാ വർഷവും കടന്നു വരുന്ന ഈ പെസഹ യേശുക്രിസ്തു യഹൂദ നിയമപ്രകാരമുള്ള ഈ പെസഹ അനുഷ്ഠിച്ചിരുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. തന്റെ പരസ്യ ശുശ്രൂഷയുടെ അവസാന ആഴ്ചയിൽ ക്രൂശിക്കപ്പെടുന്ന ആ ഒരു ആഴ്ചയിലും യഹൂദ നിയമപ്രകാരമുള്ള പെസഹ തന്റെ ശിഷ്യന്മാരോട് കൂടെ ആചരിക്കുവാനിടയായിരുന്നു. ആ സംഭവമാണ് നമ്മൾ ചിന്തിക്കുമ്പോൾ ആ സമയത്താണ് ഈ പെസഹ യേശുക്രിസ്തു ആചരിച്ചതിനെ കുറിച്ചാണ് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. ആ സമയത്ത് യഹൂദന്മാരുടെ ഇടയിൽ ഒരു ആചാരമുണ്ട്. അവർ കൈ കഴുകിയിട്ടല്ലാതെ ഭക്ഷണം കഴിക്കത്തില്ല. അതുപോലെ തന്നെ അവര് ചന്തയിൽ നിന്നും ഒക്കെ വരുമ്പോൾ, പുറത്ത് പോയിട്ട് മടങ്ങി വരുമ്പോൾ കുളിച്ചിട്ടല്ലാതെ ഭക്ഷണം കഴിക്കത്തില്ല.
അതുകൊണ്ട് പെസഹ ഭക്ഷിക്കുന്നതിന് മുമ്പായിട്ട് അവര് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്ന അനുഭവമുണ്ടായിരുന്നു. കർത്താവിന്റെ ശിഷ്യന്മാര് പാദങ്ങൾ കഴുകി ശുദ്ധി പ്രാപിക്കണമായിരുന്നു. തങ്ങളുടെ കാലുകൾ കഴുകി അവർ ശുദ്ധി പ്രാപിച്ച ശേഷമാണ് ഈ പെസഹ ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കുന്നത്. സാധാരണ അങ്ങനെ വീട്ടിൽ ഉള്ളവരുടെ ഉടമസ്ഥരുടെ വീട്ടിലെ ആൾക്കാരുടെ കാലുകൾ കഴുകിക്കൊണ്ടിരിക്കുന്നത് ആ വീട്ടിലെ ദാസന്മാരോ അല്ലെങ്കിൽ ആ വീട്ടിലെ ഏറ്റവും ചെറിയ ആളോ ആയിരിക്കും. എന്നാൽ യേശുവും ശിഷ്യന്മാരും കൂടെ ഒരുമിച്ച് കൂടി പെസഹ ആചരിക്കുന്ന സമയത്ത് യേശു തന്നെ എഴുന്നേറ്റ് എന്ത് ചെയ്തു? ശിഷ്യന്മാരുടെ പാദം കഴുകുവാനായിട്ട് മുമ്പോട്ട് വന്നു. യേശു ഒരു തുവർത്ത് എടുത്ത് തന്റെ അരയിൽ ചുറ്റിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ പകർന്ന് ശിഷ്യന്മാരുടെ കാല് അല്ലെങ്കിൽ പാദം കഴുകി തുവർത്ത് കൊണ്ട് തുടയ്ക്കുവാനായിട്ട് ഇടയായി. എന്താണ് അത് കാണിക്കുന്നത്? കർത്താവ് പറഞ്ഞു, കർത്താവും ഗുരുവുമായ യേശു ശിഷ്യന്മാരുടെ പാദം കഴുകിയത് എന്തിനാണ്? അവരും ശിഷ്യന്മാരും എന്ത് ചെയ്യണം? താഴ്മ ധരിച്ച് തമ്മിൽ പാദങ്ങളെ കഴുകണമെന്ന് ഗ്രഹിപ്പിക്കാനായിട്ട്. അപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എന്തായിരിക്കണം? ശുശ്രൂഷിക്കുവാൻ മനസ്സുള്ളവരായിരിക്കണം. മറ്റുള്ളവരെക്കാളും മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്മ ധരിക്കുവാൻ തയ്യാറുള്ളവരായിരിക്കണമെന്ന് ഇതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. തിരുവത്താഴത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ക്രിസ്തീയ സഭയ്ക്ക് 2 കർമ്മങ്ങളാണ് അനുഷ്ഠിക്കുവാനായിട്ട് കർത്താവ് കൊടുത്തിരുന്നത്. ഒന്ന് സ്നാനം, അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. മറ്റേത് തിരുവത്താഴ ശുശ്രൂഷയാണ്. സ്നാനം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരിക്കലായിട്ട് നടക്കുകയാണ്. ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? സ്നാനപ്പെടുന്നുള്ളൂ. ആ തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത് ഒരു പ്രാവശ്യം മാത്രമല്ല, കർത്താവ് വരുന്നിടം വരെയും കർത്താവ് വരുവോളം അനുഷ്ഠിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിക്കേണ്ടതായി തീർന്നത്. ആദിമസഭയിലെ വിശ്വാസികൾ കൂടി വരുമ്പോൾ അവർ തിരുവത്താഴ ശുശ്രൂഷ അനുഷ്ഠിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ അപ്പോസ്തലന്മാരെ ഉപദേശിക്കുമ്പോൾ അവർ അപ്പം നുറുക്കിയും എന്ന് പറഞ്ഞ് കൂട്ടായ്മ ആചരിച്ചു. അപ്പോൾ അപ്പം നുറുക്കുക അല്ലെങ്കിൽ തിരുവത്താഴ ശുശ്രൂഷയെ കുറിച്ച് അപ്പോസ്തലന്മാരുടെ ഉപദേശമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ ലേഖനങ്ങൾ എഴുതുമ്പോൾ ലേഖനങ്ങളിലൊക്കെ ഈ ശുശ്രൂഷയെ സംബന്ധിച്ച് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ തിരുവത്താഴ ശുശ്രൂഷ അനുഷ്ഠിക്കുന്നതിനെ പറ്റിയൊക്കെ എഴുതിയിട്ടുള്ളതായിട്ട് വ്യക്തമായിട്ട് എഴുതിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർ അല്ലെങ്കിൽ തിരുവത്താഴ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർ എങ്ങനെയുള്ളവരായിരിക്കണം? ഒന്ന്, അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കണം. വിശ്വാസ സ്നാനം അംഗീകരിച്ചിട്ടുള്ളവരും വിശുദ്ധിയോടെ ദൈവകൃപയിൽ നിൽക്കുന്നവരുമായിരിക്കണം. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശുദ്ധിയോടെ നിൽക്കുന്നവരെ തന്നെയുമല്ല, ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും തങ്ങളുടെ ജീവിതത്തിൽ വരുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി തന്നെത്താൻ ശോധന ചെയ്ത് ശുദ്ധീകരണം പ്രാപിച്ച് ജീവിക്കുന്നവരാണ് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നത്. അല്ലാതെ അയോഗ്യമായിട്ട് അശുദ്ധിയിൽ ജീവിച്ചിട്ട് യോഗ്യതയില്ലാതെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർ രോഗികളും അങ്ങനെയുള്ളവർ മരിക്കുന്ന അനുഭവങ്ങളിലേക്കൊക്കെ മാറ്റപ്പെടുമെന്ന് ദൈവത്തിന്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പെസഹ എന്നത് എന്താണെന്ന് നമ്മൾ ആദ്യം ചിന്തിച്ചു. എന്താണ് പെസഹ? ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ കടിഞ്ഞൂൽ സമയത്ത് ദൈവം വിടുവിച്ച ആ അനുഭവത്തെ ഓർക്കുവാനായിട്ടുള്ളതാണ് പെസഹ. തിരുവത്താഴ് വന്നത് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ പാദം കഴുകി താഴ്മ ധരിച്ചുകൊണ്ട് ധരിക്കുകയും യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാർക്ക് കൽപ്പിച്ചു കൊടുത്ത അനുഷ്ഠാനമാണ് അല്ലെങ്കിൽ കർമ്മമാണ് തിരുവത്താഴം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതിന് രണ്ടിനെയും കൂടെ ചേർത്ത് നമ്മൾ പഠിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ അവസാനത്തെ പെസഹ നമുക്ക് ചിന്തിക്കാം. അതായത് യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പായിട്ടുള്ള ആ പെസഹ ആചരിച്ച വിധത്തിൽ അതിനോട് ചേർന്ന് തന്നെ തിരുവത്താഴം എന്ന ആ ഉപദേശവും യേശുക്രിസ്തു പഠിപ്പിക്കുന്നതായിട്ട് തിരുവത്താഴം സ്ഥാപിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നോക്കാം, പെസഹയുടെ ദിവസം കർത്താവ് 2 കാര്യങ്ങൾ ചെയ്തു. യേശുക്രിസ്തുവിന്റെ അവസാനത്തെ പെസഹയുടെ സമയത്ത്, ആ വർഷം ഉണ്ടായിരുന്ന പെസഹയുടെ സമയത്ത് യേശു 2 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, പെസഹായും ആചരിച്ചു, തിരുവത്താഴവും അവിടെ യേശു സ്ഥാപിക്കുവാൻ ഇടയായി. നോക്കാം, യഹൂദന്മാരുടെ പെസഹ ആബീബ് മാസം എത്രാം തീയതിയാണ്? 14-ാം തീയതി സന്ധ്യാസമയത്താണ് ആചരിക്കുന്നത്. അപ്പോൾ രാട്ടിൻകുട്ടിയെ വേർതിരിക്കുന്നതൊക്കെ നമ്മൾ കുറച്ച് മുമ്പേ ഓർപ്പിക്കേണ്ടതായിട്ടുണ്ട്. കർത്താവ് തലേ ദിവസം സന്ധ്യാസമയത്ത് ശിഷ്യന്മാരോടുകൂടെ പെസഹ ഒരുക്കുന്നതിനായിട്ട്
പത്രോസിനെയും യോഹന്നാനെയും അയക്കുവാനിടയായി തീർന്നു. അപ്പോൾ എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത്? പെസഹയുടെ ഭക്ഷണ കാര്യങ്ങൾ പെസഹ എവിടെ ഇരുന്നാണ് പെസഹ ഒരുക്കേണ്ടതെന്ന് അവരിങ്ങനെ ചോദിച്ച സമയത്ത് യേശു പറഞ്ഞു, നിങ്ങൾ പട്ടണത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് മുമ്പോട്ട് പോയി പട്ടണത്തിൽ ചെല്ലുമ്പോൾ ഒരു വ്യക്തി ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്കെതിരെ വരും. അവന്റെ പിന്നാലെ ചെന്നിട്ട് അവൻ കടക്കുന്ന വീടിന്റെ ഉടമസ്ഥൻ വിരിച്ചൊരുക്കിയ ഒരു മാളിക മുറി നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? പെസഹ ഒരുക്കുവിനെന്ന് പറഞ്ഞു. അതൊക്കെ വളരെ അത്ഭുതകരമായ കാര്യമാണ്. എവിടെയാണ് പെസഹ ഒരുക്കേണ്ടതെന്ന് ശിഷ്യന്മാർ ചോദിച്ചു പറയുകയാണ്. നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് വരുന്നതാണ്. അവന്റെ പിന്നാലെ ചെന്ന് കഴിയുമ്പോൾ അവൻ കയറുന്ന വീട്ടിൽ ആ വീട്ടുടമസ്ഥനോട് ചോദിക്കുമ്പോൾ അവൻ എന്ത് കാണിച്ചു തരും? അന്നുമായിട്ട് ഒരുക്കി വിരിച്ച ഒരു മാളിക മുറി നിങ്ങൾക്ക് കാണിച്ചു തരും. അവിടെ നിങ്ങൾ പെസഹ ഒരുക്കുവിനെന്ന് പറഞ്ഞു. ശിഷ്യന്മാര് അപ്രകാരം ചെയ്തു. അപ്പൊ എന്നാല് യഹൂദന്മാര് സാധാരണ പെസഹ ആചരിക്കുമ്പോൾ അവര് ആടിനെ അറക്കുകയും അതുപോലെ തന്നെ ആടിന്റെ ഇറച്ചി കയ്പ് ചീരയോടുകൂടെ ഭക്ഷിക്കുകയൊക്കെ ചെയ്യുവാനാണ്. പക്ഷെ യേശു ഈ പെസഹയില് അങ്ങനെയൊന്നും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല. മുമ്പേ നമ്മൾ ഓർമ്മിച്ചതുപോലെ പെസഹായ്ക്ക് മുമ്പായിട്ട് യേശു ശിഷ്യന്മാരുടെ കാല് കഴുകി തുവർത്തിയതിനു ശേഷം യേശു അവർ ഒരുമിച്ച് ഭക്ഷണത്തിനായിട്ട് ഇരുന്നു. യഹൂദ നിയമപ്രകാരമുള്ള പെസഹയുടെ ആദ്യഘട്ടത്തിൽ യേശു അപ്പം എടുത്ത് ചാറ്റിൽ മുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. യേശു ആദ്യം അപ്പം എടുത്ത് മുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. ആ അപ്പം വാങ്ങി കഴിഞ്ഞിട്ട് ഇസ്കരിയോത്ത യൂദ അവിടെ നിന്ന് എന്ത് ചെയ്തു? യൂദ ഇസ്കരിയോത്ത അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. യേശുവിനെ കാണിച്ചു കൊടുത്ത ഒറ്റിക്കൊടുത്ത യൂദ ഈ പെസഹായുടെ അപ്പം കഴിച്ചു കഴിഞ്ഞപ്പോൾ യൂദ എഴുന്നേറ്റ് പോവുകയായിരുന്നു. എന്തിനായിട്ടാ പോയത്? കർത്താവിനെ കാണിച്ചു കൊടുക്കുന്നതിന് യൂദ പുരോഹിതന്മാരുമായിട്ട് ആലോചന ചെയ്യാനായിട്ട് താൻ കടന്നു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. യൂദ പോയി കഴിഞ്ഞ ശേഷം യഹൂദ പെസഹയുടെ നിയമപ്രകാരം അത്താഴത്തിൽ ശേഷിച്ചിരുന്ന അപ്പം എടുത്ത് അപ്പം കയ്യിലെടുത്തിട്ട് യേശു അത് കൊടുക്കുമ്പോൾ യേശു ഒരു പ്രത്യേക രീതിയിലാണ് അത് കൊടുത്തത്. യേശു ഇങ്ങനെ കൊടുത്തതറിയാമോ? ഈ അപ്പം കയ്യിലെടുത്ത് സ്തോത്രം പറഞ്ഞിട്ട് അത് നുറുക്കി ശിഷ്യന്മാർക്ക് കൊടുത്തു. ശിഷ്യന്മാർക്ക് കൊടുക്കുമ്പോൾ സാധാരണ നിന്ന് വ്യത്യസ്തമായി യേശു ഇങ്ങനെ പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ, ഇത് എന്റെ ശരീരമാണ്. അപ്പോൾ ആ അപ്പം എടുത്ത് ശിഷ്യന്മാർ കൊടുത്തിട്ട് പറയുകയാണ്, ഇത് നിങ്ങൾ വാങ്ങി ഭക്ഷിപ്പീൻ, ഇതെന്താണ്? ഇതെന്റെ ശരീരമാകുന്നു, യേശുവിന്റെ ശരീരമാകുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം വീഞ്ഞെടുത്ത് പകർന്ന് ആ പാനപാത്രം എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇതെല്ലാവരും ഇതിൽ നിന്നെടുത്ത് കുടിക്കുവീൻ, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്ന, അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തമാണെന്ന് പറഞ്ഞു. മകണം യേശുക്രിസ്തു അപ്പോൾ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, ഇതെന്റെ ശരീരമാണ്. വീഞ്ഞ് പകർന്നു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിലുള്ള എന്റെ രക്തം എന്ന് പറഞ്ഞു. ആ സമയത്ത് അവര് ആ പാനപാത്രം വാങ്ങി എല്ലാവരും കുടിച്ചു, ആ അപ്പം ഭക്ഷിച്ചു. അങ്ങനെയാണ് കർത്താവ് പുതിയ നിയമ പെസഹ അല്ലെങ്കിൽ തിരുവത്താഴം, അങ്ങനെയാണ് തിരുവത്താഴ ശുശ്രൂഷ ഭൂമിയിൽ കർത്താവ് സ്ഥാപിച്ചത്, ആരംഭിക്കുന്നത് അങ്ങനെയാണ്. എപ്പോഴാണ്? യേശുക്രിസ്തുവിന്റെ ജീവിതത്തിലെ അവസാന പെസഹായുടെ സമയത്ത് പെസഹായുടെ അപ്പം ചാറ്റിൽ മുക്കി കൊടുത്തു. അത് കഴിച്ച ശേഷം യൂദ ഇറങ്ങിപ്പോയി. അതിനുശേഷം അപ്പം എടുത്തിട്ട് യേശു നുറുക്കി സ്വോത്രം ചെയ്ത് ശിഷ്യന്മാർ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ ശരീരമാണ്. വീഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ രക്തമാണ്. അങ്ങനെ പറഞ്ഞ് പുതിയ നിയമത്തിന്റെ രക്തമാണ് അങ്ങനെ പറഞ്ഞ് അവർക്ക് കൊടുത്ത് അത് അവർ ഭക്ഷിച്ച് പാനം ചെയ്തപ്പോൾ അങ്ങനെയാണ് തിരുവത്താഴ ശുശ്രൂഷ ഭൂമിയിൽ സ്ഥാപിതമാകുവാൻ ഇടയായിത്തീർന്നത്. ഇത് കുറച്ചു നാളത്തേക്കല്ല, കർത്താവിന്റെ വരവ് വരികയും ആചരിക്കുവാനായിട്ട് ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ഞാൻ വരുവോളം എന്റെ ഓർമ്മയ്ക്കായി ജീവിയിൽ കർത്താവ് പറയുവാനിടയായിത്തീർന്നു. പെസഹ എന്നത് അവർ ചരിത്രത്തിൽ പുറകോട്ട് നോക്കി, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന് ലഭിച്ച വിടുതലിനെ കുറിച്ച് ഭൂതകാലത്തേക്ക് നോക്കി അവര് ചെയ്ത ഒരു ആചാരമായിട്ടും, തിരുവത്താഴം എന്നത് ആ സമയത്ത് ഭാവിയിൽ വരുവാൻ പോകുന്ന യേശുവിന്റെ വരവിനെ കാണിക്കുന്ന, യേശുവിന്റെ പരമയാഗത്തെ കാണിക്കുന്ന ആ ഒരു ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതിനായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഈ തിരുവത്താഴത്തിന് ശേഷമായിട്ട്
ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ യേശു കുറെ പ്രബോധനങ്ങൾ കൊടുക്കുവാനിടയായിത്തീർന്നു. ഞാൻ പറഞ്ഞു, ഇത് യേശുവിന്റെ അവസാന പെസഹയാണ്. അതിനുശേഷം യേശു ക്രൂശിക്കപ്പെടാനായിട്ട് പോവുകയാണ്. അതുകൊണ്ട് അതിനുശേഷമായിട്ട് കുറച്ച് പ്രബോധനങ്ങൾ, ഉപദേശങ്ങൾ, ആലോചനകൾ അവരെ പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് യേശു കൊടുക്കുവാനിടയായിത്തീർന്നു. പെസഹ ഭക്ഷണം കഴിഞ്ഞിട്ട് യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുന്നതിനും ആശ്വസിപ്പിക്കുന്നതിനുമായിട്ട് അവരോട് ദീർഘസമയം സംസാരിച്ചു. യേശു പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. യേശു പറഞ്ഞു, കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണത്തില്ല എന്ന് യേശു അങ്ങനെ പറഞ്ഞപ്പോൾ, കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്നെ കാണുകയില്ല എന്ന് യേശു ക്രിസ്തുവിന്റെ വാക്ക് ശിഷ്യന്മാരെ വളരെ പരിഭ്രമിപ്പിക്കുവാനിടയായിത്തീർന്നു. എന്താണ് യേശു പറയുന്നത്? ഇനി കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ യേശുവിനെ കാണത്തില്ല എന്ന് പറയുന്നു. അത് കേട്ടപ്പോൾ അവർക്കുണ്ടായ ആ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, അവരനുഭവിക്കാൻ പോകുന്ന കഷ്ടങ്ങൾ ഒക്കെ മനസ്സിലാക്കിയിട്ട് യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യണ്ട, കലങ്ങിപ്പോകരുത്. ഞാൻ നിങ്ങളെ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായിട്ട് വിടുകയില്ല. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. യേശു നമുക്ക് സമാധാനം തരുന്ന യേശുവാണ്. ഇത് മാത്രമല്ല, യേശു പറഞ്ഞു, നിങ്ങൾ എന്റെ നാമത്തിൽ അപേക്ഷിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുവാനിടയായി തീരും. ഇങ്ങനെയുള്ള ആശ്വാസ വചനങ്ങൾ പറഞ്ഞ് യേശു അവരെ ശക്തീകരിച്ചു. ഇന്നും നമുക്ക് യേശു ഇതേ കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടത്തില്ല, ഞാൻ നിങ്ങളോട് കൂടെ എപ്പോഴും ഇരിക്കും, നിങ്ങൾ എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരും. നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് ഞാൻ ആ അപേക്ഷകളൊക്കെ ഞാൻ ചെയ്തു തരുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ യേശു പറയുന്ന സ്വരം നമ്മളും അത് മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരാണ്. പിന്നെ കർത്താവ് അവരോട് പറയുന്നത്, ഞാൻ ഭൂമിയിൽ നിന്ന് പോകുന്നത് നിങ്ങൾക്ക് ഒരു സ്ഥലം ഒരുക്കാൻ വേണ്ടിയാണ്. ശിഷ്യന്മാരോട് പറയാണ്, ഞാൻ ഇപ്പൊ പോകും, ഇനി കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ എന്നെ കാണത്തില്ല. പക്ഷെ ഞാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നിങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കാൻ വേണ്ടിയാണ്. യേശു പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് എൻ്റെ അടുക്കൽ നിങ്ങളെ ഞാൻ എന്ത് ചെയ്യും? ചേർക്കും. എന്നിട്ട് പറഞ്ഞു, ഞാൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. ആ കാര്യസ്ഥൻ, പരിശുദ്ധാത്മാവ് നിങ്ങളെ എന്ത് ചെയ്യും? സകല സത്യത്തിലും വഴി നടത്തുവാൻ, സത്യത്തിലും നീതിയിലും ഒക്കെ നിങ്ങളെ വഴി നടത്തുവാൻ ഇടയായിത്തീരും. കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രത്യാശ എന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നതാണ്, നമ്മുടെ കർത്താവ് വീണ്ടും വന്ന് നമ്മളെ കർത്താവിനോട് ചേർക്കും. നാം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ കർത്താവ് നമുക്ക് സമാധാനം നൽകും, പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകും, നമ്മളെ അനാഥരായിട്ട് വിടുകയില്ല. അത് ആണ് തിരുവത്താഴ ശുശ്രൂഷയ്ക്ക് ശേഷമായിട്ട് യേശു അവർക്ക് കൊടുത്ത ആശ്വാസ വചനങ്ങൾ ഇവയൊക്കെ ആയിരുന്നു. നമ്മുടെ എല്ലാ വിശ്വാസികളുടെയും പ്രത്യാശ, നമ്മുടെ പ്രത്യാശ എന്താണ്? യേശു ക്രിസ്തു വീണ്ടും വന്ന് തങ്ങളെ അവന്റെ അടുക്കൽ ചേർത്തുകൊള്ളു എന്നുള്ളതാണ്. രോഗവും മരണവും ദുഃഖങ്ങളും വേദനകളും ഒന്നുമില്ലാത്ത ആ കർത്താവിന്റെ സന്നിധിയിൽ ഒരിക്കൽ നമ്മെ കർത്താവ് ചേർക്കുവാനായി ഇടയായി. ഈ ആശ്വാസ വചനങ്ങളൊക്കെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചതെന്ന് തിരുവത്താഴ ശുശ്രൂഷയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. പെസഹായുള്ള ബന്ധത്തിൽ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ ഇടയായി തീർന്നു. പെസഹ എന്നത് ഇസ്രായേൽ ജനത്തെ ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ കടിഞ്ഞൂൽ സംഹാരം സംഭവിക്കാതെ ഇസ്രായേലിനെ വിടുവിച്ച വിടുതലാണ് ഇസ്രായേലിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യേശുക്രിസ്തുവിന്റെ രക്തത്താല് നമുക്ക് പാപമോചനം നൽകിയതായ യേശുക്രിസ്തുവിന്റെ ശരീരം നമുക്ക് വേണ്ടി നുറുക്കപ്പെട്ട അനുഭവമാണ് തിരുവത്താഴത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. തിരുവത്താഴം എന്നത് യേശു വരുവോളം നമ്മൾ അനുഷ്ഠിക്കേണ്ടതായ ഒരു ശുശ്രൂഷയാണ്. രക്ഷിക്കപ്പെട്ടവരും വിശ്വാസസ്നാനം അംഗീകരിച്ചവരും വിശുദ്ധ ജീവിതം നയിക്കുന്നവരുമാണ് ഈ തിരുവത്താഴം ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് യോഗ്യത ഉള്ളവർ. അവർ തന്നെത്താൻ ശോധന ചെയ്തു വേണം ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ. തന്നെയുമല്ല, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന ആശ്വാസവചനമാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക, അതുപോലെ തന്നെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി നൽകും, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി സ്ഥലമൊരുക്കുവാൻ വേണ്ടിയാണ്, ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും, അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സകല സത്യത്തിലും നീതിയിലും നമ്മെ നടത്തുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുവാൻ ഇടയായിത്തീരും. ഈ പാഠം പഠിച്ചതിലൂടെ നമുക്ക് ദൈവസന്നിധിയില് അങ്ങനെ തീരുമാനിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കും. ദൈവമേ, യേശുവിന്റെ കൽപ്പനയായ സ്നാനവും തിരുവത്താഴവും ഒക്കെ അനുഷ്ഠിച്ച് വിശുദ്ധിയോട് ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നമ്മൾ ദൈവത്തോട്
പ്രാർത്ഥിക്കണം. പാഠപുസ്തകത്തിന്റെ അവസാനം നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിച്ച് നിങ്ങൾ എഴുതി നിങ്ങളുടെ അധ്യാപകരെ നിങ്ങളത് കാണിക്കണം. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 53-ാമത്തെ വാക്യമാണ് നമുക്ക് ഇന്ന് മനപ്പാഠ വാക്യമായിട്ട് പഠിക്കുവാനുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53-ാം വാക്യം. യേശു അവരോട് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മനുഷ്യപുത്രന്റെ മാംസം തിന്നാതെയും അവന്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവൻ ഇല്ല. ഈ മനപ്പാഠവാക്യം നിങ്ങൾ എല്ലാവരും പഠിക്കണം, ചോദ്യോത്തരങ്ങൾ പഠിക്കണം. തന്നെയുമല്ല, നമ്മുടെ ഓരോ പാഠങ്ങൾ പഠിക്കുമ്പോഴും അതിൽ നിന്ന് മനസ്സിലാക്കുന്ന സത്യങ്ങൾ അനുസരിച്ച് നല്ല നല്ല കുഞ്ഞുങ്ങളായി വളരുവാനായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്യാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുഞ്ഞുങ്ങളെല്ലാവരും ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന തിരുവത്താഴത്തെ കുറിച്ച് പഠിക്കുവാൻ കർത്താവ് സഹായിച്ചല്ലോ. ദൈവം ഞങ്ങൾ തന്നിരിക്കുന്ന എല്ലാ ആശ്വാസ വചനങ്ങൾക്കായി നന്ദിയോട് സ്തോത്രം. ദൈവമക്കളുടെ പ്രത്യാശയാകുന്ന അങ്ങയുടെ വരവിൽ പ്രത്യാശ വെച്ച് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത കുഞ്ഞുങ്ങളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളാലും എല്ലാവരെയും നിറയ്ക്കണമേ. അവിടെ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിൻ നാമത്തിൽ ആമേൻ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകും. നീ ആ ഒരു